കുണ്ടറയിലെ കസ്റ്റഡി മരണ ആരോപണം. ജൂൺ 16 ഒരു ആൺകുട്ടിയെ കാണാതായ പരാതിയിലാണ് കസ്റ്റഡിയിലെടുത്തത്. 17 വിട്ടയച്ചു. സംഭവം നടന്നു 13 ദിവസത്തിന് ശേഷം ജൂലൈ 2 സിയാദിന് നാട്ടുകാരനായ ഒരു യുവാവിൽ നിന്നും മർദ്ദനമേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കുണ്ടറയിലെ കേസ് 13 ദിവസത്തിന് ശേഷം പോലീസ് വിട്ടയച്ച് 13 ദിവസത്തിന് ശേഷം ഒരാൾ മർദ്ദിച്ചു. ജൂലൈ 25 അതായത് ആളെ വിട്ടയച്ചത് 17-ാം തീയതിയാണ്, ജൂൺ 17-ാം തീയതി. ഒരു മാസവും കഴിഞ്ഞ് ജൂലൈ 25-ാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ചികിത്സയിരിക്കെ മരിച്ചു. പോസ്റ്റ്മോർട്ടം മെഡിക്കൽ റിപ്പോർട്ട് സിയാദിൻ്റെ മരണം ഹെപ്പറ്റൈറ്റിസ് രോഗബാധ മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പിതാവിൻ്റെ സഹോദരൻ നൽകിയ മൊഴിയുടെയും ജൂലൈ 2 സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തും. റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. എവിടുന്ന് മർദ്ദനം കിട്ടിയില്ല. കാര്യം അതിനുശേഷം ഇക്കാക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് എൻ്റെ മക്കൾ ഒറ്റയ്ക്ക് എവിടെയും വിട്ടിട്ടില്ല. പോയിട്ടുണ്ട് അവരെ വീട്ടിൽ പോകണമെങ്കിൽ ഞങ്ങളുണ്ട് ആ ഓട്ടയ്ക്കകത്ത് ഞങ്ങളെ മേളി അവരെ വീട്ടിൻ്റെ അടുത്ത് എവിടെ വേണേലും തിരക്കിയാൽ മതി. ആ ഓട്ടയ്ക്കകത്ത് ഞങ്ങൾ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരോ കാണും. അല്ലാതെ ഇക്കാര്യം ഞങ്ങൾ വിടത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പേടിയാ, ആൾക്ക് വയ്യ. ആളെ ഞങ്ങൾ വീട്ടിൽ വിടാതിരുന്നിട്ടില്ല, വീട്ടിൽ വിടുന്നുണ്ട്. ഒരു ഉമ്മ വിളിക്കുമ്പോൾ പോകുമ്പോഴത്തേക്ക് എന്നും പൊക്കോണ്ടിരിക്കുന്ന ആളാ. അന്നേരം പോകാതിരിക്കുമ്പോൾ അത് ഉമ്മാക്കും സങ്കടമാവും, പാപ്പാക്കും സങ്കടമാവും. അന്നേരം അതിൻ്റെ പേര് ഒരു വഴക്ക് വേണ്ടാന്ന് വെച്ച് ഞാൻ പോവും, വിടുമ്പോൾ ചെയ്യാൻ. നേരം ഇക്കാടെ കൂടെ ഒന്നീ ഞാൻ കാണും, അല്ലെങ്കിൽ ഈ പിള്ളേരിൽ ആരെങ്കിലും കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ 3 പേരും കാണും. അങ്ങനെ ഇക്ക ഇവിടുന്ന് പിന്നെ പുറത്ത് പോയിട്ടുള്ളൂ. ഇക്ക എവിടെയും പുറത്ത് പോയിട്ടും ഇല്ല, ഇവിടുന്ന് അടി കിട്ടിയിട്ടും ഇല്ല. പുറത്ത് പോയിട്ടില്ല എന്നല്ല, പുറത്ത് പോയിട്ടുണ്ട്, പക്ഷെ അടി കിട്ടിയിട്ടില്ല, അത് തീർച്ചയാണ്. ഈ ഒരു മർദ്ദനം, പോലീസ് മർദ്ദനം കഴിഞ്ഞിട്ട് 45 ദിവസത്തോളം കഴിഞ്ഞില്ലേ? അതിനുശേഷമാണ് ഇത് ഇത്രയും ഇങ്ങനെ എൻ്റെ ഇക്കായെ കൊണ്ടുപോകാനുള്ള മഹാമാരിയായി വരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. അതാണ് സത്യം. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇക്കായ ഞാൻ എങ്ങനെയും കൊണ്ടുപോയേനെ. പക്ഷെ ആശുപത്രി പോകുന്ന ആൾക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഇനിയിപ്പോൾ നെഞ്ചുവേന പോലെ ആദ്യം തുടങ്ങിയപ്പം എൻ്റെ മോള് സ്കൂളിൽ പോകത്തില്ല, ഞാൻ ഇനി സ്കൂളിൽ പോകത്തില്ല, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഇനി സ്കൂളിൽ പോകത്തില്ല, ആശുപത്രി പോകുവാണെങ്കിൽ മാത്രമേ ഞാൻ സ്കൂളിൽ പോകും എന്നൊരു വാക്ക് പറഞ്ഞതിൻ്റെ പേരില്ല അന്ന് വന്നത്. പിന്നെ ഇങ്ങോട്ട് ആൾക്ക് തീരെ വയ്യാതെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞ് വഴക്ക് കൂടിയാണ് ആശുപത്രികളിൽ പോകുന്നത്. കാര്യം ആശുപത്രി പോകുന്ന ആൾക്ക് ഇഷ്ടമല്ല.